മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 444 പുരുഷ വോട്ടർമാരും 556 സ്ത്രീ വോട്ടർമാരും അടക്കം 1000 വോട്ടർമാരുള്ള 14-ാം വാർഡായ ഗാന്ധിഗ്രാം ഈസ്റ്റ് വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് ഗാന്ധിഗ്രാം ഗ്രൗണ്ട് റോഡ് മുതൽ തുറവൻകാട് റോഡ് വഴി വേലത്തിക്കുളം വഴി മുരിയാട് പഞ്ചായത്ത് അതിർത്തി വരെയും, കിഴക്ക് വേലത്തിക്കുളം മുതൽ മുരിയാട് പഞ്ചായത്ത് അതിർത്തി വഴി കോട്ട 3 പീടിക റോഡ് വരെയും, തെക്ക് മുരിയാട് പഞ്ചായത്ത് അതിർത്തി മുതൽ കോട്ട 3 പീടിക റോഡ് വഴി സ്വീറ്റ് ബസാർ റോഡ് വരെയും, പടിഞ്ഞാറ് കോട്ട 3 പീടിക റോഡ് മുതൽ സ്വീറ്റ് ബസാർ വഴി ഗാന്ധിഗ്രാം ഗ്രൗണ്ട് റോഡ് എത്തുന്നതുവരെയുമാണ് അതിർത്തി. LDF സ്ഥാനാർത്ഥിയായി അജിത സുബ്രഹ്മണ്യൻ, UDF സ്ഥാനാർത്ഥിയായി ജോസ്മി ഷാജി, NDA സ്ഥാനാർത്ഥിയായി ഷോജ ബിലു എന്നിവരാണ് ജനവിധി തേടുന്നത്. വികസന തുടർച്ച തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ ജസ്റ്റിൻ ചേട്ടൻ അതായത് മുൻ കൗൺസിലറാണ്, അപ്പോൾ ആളുടെ തുടർച്ച തന്നെയായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. പിന്നെ പോരായ്മകൾ നമ്മൾ നിർവഹിക്കും. അതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഞാൻ വാർഡിന് വേണ്ടി സേവനം ചെയ്യും. പിന്നെ എന്താണ് മൊത്തം UDF നേതാക്കൾ ജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റി തന്നെ ഒരു വലിയ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോയി. അതുപോലെ തന്നെ അത് നല്ലൊരു വികസനം, പ്രകടന പത്രികയിലൊക്കെ പറഞ്ഞ മാതിരി നല്ലൊരു വികസനത്തിലേക്ക് നമ്മൾ കുതിക്കും. അത് വാർഡിന് തന്നെയായിരിക്കും ആദ്യത്തെ പ്രയോറിറ്റി. വാർഡിൽ ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ പലരും പറഞ്ഞു, അത് നമ്മൾ നിവർത്തി കൊടുക്കും. പിന്നെ ഉയർച്ചറ അതൊന്ന് നവീകരിക്കാൻ ഒന്നും കൂടിയും ഒന്ന് ഉഷാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റിൻ ചേട്ടൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റിൻ ചേട്ടൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ തുടർന്ന് അത് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നു. ഇനിയിപ്പോൾ വാർഡിൽ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് കൂടുതലും കുടിവെള്ളത്തിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ജനങ്ങളാണ്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നേരവണ്ണം കത്താതെയും, അതുപോലെ തന്നെ തെരുവ് നായ്ക്കളുടെ ശല്യവും, അതുപോലെ റോഡുകളുടെ സ്ഥിതി വളരെ മോശമാണ്. അതായത് നമ്മുടെ ഈ നഗരസഭ ഭരിച്ചിട്ട് ഒരു റോഡിൻ്റെ കാര്യത്തിൽ അതൊരു നേരാവണ്ണം നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത അത്ര മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ്. ജനങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം രൂക്ഷമാണെങ്കിലും വളരെയധികം ഞങ്ങൾ കാണാൻ കഴിഞ്ഞത് പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നതും അത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. നഗരസഭ ഭരണത്തെ എല്ലായിടത്തും വളരെ മോശം അവസ്ഥയെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെ അത് പ്രതികരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. എന്നുവെച്ചാൽ ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ വികസനം മുരടിപ്പ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏത് കാര്യത്തിലെടുത്ത് നോക്കിയാലും കഴിയാൻ കഴിയും. നമുക്ക് ഈ റോഡിൻ്റെ എന്ന് വെച്ചാൽ ഭയങ്കര ഗട്ടർ നടക്കാൻ വരെ പറ്റാത്തൊരവസ്ഥ, ആക്സിഡൻറ്റുകളും മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഒരു പ്രതിവിധിയാവുന്ന നല്ലൊരു ജനപ്രതിനിധി തന്നെ വാർഡുകളിൽ തിരഞ്ഞെടുത്ത് LDFൻ്റെ ഒരു ഭരണം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ അത്രയധികം ജനങ്ങളൊരു മാറ്റം ആവശ്യമാണെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ്. ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഞാൻ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ അവസ്ഥ, തെരുവ് നായ്ക്കളുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താനും അതൊക്കെ ഞാൻ വളരെയധികം എനിക്കത് ആഗ്രഹമുണ്ട്. ഞാൻ ജയിച്ചു വന്നാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നും ഈ സമൂഹത്തിൻ്റെ ഒരു നല്ലൊരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ പുതിയ വികസനങ്ങൾ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ നമ്മുടെ ഇരിങ്ങാലക്കുടയിലും എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ഈ വികസന പദ്ധതികൾ, നിലവിലുള്ള വികസന പദ്ധതികൾ തന്നെ ഓരോ വ്യക്തിയിലെത്തുന്നില്ല എന്നുള്ള ഒരു തോന്നൽ കൂടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അത് എത്തിക്കാനായിട്ട് കൗൺസിലർമാർക്ക് സാധിക്കും. അവരത് ഓരോന്നും ഓരോ വീടിനാവശ്യമായ പദ്ധതികൾ വീടുകളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഓരോ വ്യക്തികൾക്ക് അത് സഹായമായി മാറും. അപ്പം അങ്ങനെ വർത്തിക്കാനാണ് എനിക്ക് ആഗ്രഹം. നമ്മുടെ ഓരോ പദ്ധതികളെയും ഓരോ വീട്ടിൽ എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഒരു കൗൺസിലറായിരിക്കാനാണ് വിജയിക്കുകയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്നാലാവുന്ന എല്ലാ സഹായങ്ങളും ഇരിങ്ങാലക്കുടയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരവസ്ഥയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് കുറച്ചുകൂടെ വികസനങ്ങൾ നടത്താമായിരുന്നു, സാധിക്കുമായിരുന്നു. ഇപ്പോൾ അവരുടെ
പത്രികയിൽ പറയുന്നതനുസരിച്ച് അവർക്കത് മുന്നേ ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ പറയുന്നുണ്ട് കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ മുന്നിൽ നടത്തിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ റോഡുകൾ, കുളങ്ങൾ, അതുപോലെ നശിച്ചു പോയ പല സംഭവങ്ങളുണ്ട്. അത് നമ്മളെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാം അങ്ങ് നടത്താനുള്ള കപ്പാസിറ്റി ഉള്ള ആളല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇതിനെല്ലാം തുടക്കിടാനായിട്ട് എനിക്ക് സാധിക്കുന്നു.